ഇതാണ് നേർച്ചപ്പെട്ടി, ധർമ്മപ്പെട്ടി. ധർമ്മം ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കും. അതാണ് നേർച്ചപ്പെട്ടി കൊണ്ടുള്ള ഉദ്ദേശം. പക്ഷെ വേറെ ചില പെട്ടികളുണ്ട്, ജീവനുള്ള പെട്ടികളാണ്. പരാതിപ്പെട്ടി. ഈ കളറല്ലേ എനിക്ക് വേണ്ടേ. അല്ലെങ്കിൽ ഇന്നെ നോക്കാൻ എവിടെ സമയം? നിങ്ങൾ ഇന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയണോ? നിങ്ങൾക്കിപ്പൊ ഞാൻ മൊഞ്ചില്ലേ? കുടുംബത്തിൽ ചിലപ്പോൾ ഒരു അളിയനുണ്ടാവാം, ചിലപ്പോ ഒരു നാത്തൂനായിരിക്കാം, ചിലപ്പോ അമ്മായി ആയിരിക്കാം. എന്ത് ഫംഗ്ഷൻ കഴിഞ്ഞാലും, ഏത് പ്രോഗ്രാം കഴിഞ്ഞാലും, ഏത് ഇവന്റ് കഴിഞ്ഞാലും അവർക്ക് ബാക്കിയാവുന്നത് കുറെ പരാതികളായിരിക്കും. ഓള് വെറും ഫോണിലാ, ഒരു കട്ടൻ ചായ വരെ കാച്ചി തരില്ല, ഫുൾ ടൈം പുറത്താണ്. ഷെഫീക്ക് മാത്രം ഒന്നും തരാത്തത്. നമ്മൾ ചിലപ്പോൾ അവർക്കൊണ്ട് പറയാറുണ്ട്, പരാതിപ്പെട്ടി വരുന്നുണ്ട് എന്ന് പറയാറുണ്ട്. നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കുക, നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണോ? ഇത്തരം ആളുകൾക്ക് എന്തെങ്കിലും പരാതി പറയാനുള്ള അവസരങ്ങൾ ദൈവം കൊടുത്തോണ്ടേയിരിക്കും. മരണം വരെ പരാതിയായിരിക്കും. അങ്ങനെയുള്ള ആളാവാതിരിക്കാൻ ഒന്ന് ശ്രമിക്കണേ. സെറ്റല്ലേ?